നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളിൻ. കടലിനക്കരെ പോയോരേ, കാണാ പൊന്നിന് പോയോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? നയതന്ത്ര ബാഗില് ബിരിയാണി ചെമ്പില് മിന്നുന്ന പൊന്നു കൊണ്ടുവരാം. ഓഹോ അയ്യടാ ഹൈവ, മിന്നുന്ന പൊന്ന് ആർക്കാണാവോ കൊണ്ടുവരുന്നത്? നമ്മൾ മലയാളികൾക്ക് എന്ത് കൊണ്ടുവരും മുഖ്യ? അതാണ് നമുക്ക് അറിയേണ്ടത്. കടലിനക്കരെ പോയിട്ട്, കാണാ പൊന്നിന് പോയിട്ട്, പോയി വരുമ്പോൾ ഉണ്ട കൊണ്ടുവരും. നിങ്ങൾക്ക് പോയി വരുമ്പോൾ ഉണ്ട കൊണ്ടുവരും. നമുക്കറിയാം. അല്ലാതെ മുഖ്യൻ എവിടെ പോയിട്ടും നമുക്കൊരു പ്രയോജനം ഇല്ല, നമുക്ക് വൃത്തിയായിട്ട് അറിയാലോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്കില്ല മുഖ്യ. കമലേ പാൻറ് വീണേ പാൻറ് നമ്മുടെ കള്ള കോട്ടും സൂട്ടും ടയ്യും ഒക്കെ കെട്ടി മുടുക്കാനായല്ലോ അങ്ങ്. വിദേശത്ത് പാറി പറക്കാണ് മുഖ്യൻ. ജീവിതം ഒരു മരണമാസ്, ഞാനതിൽ കലമാസ്. അല്ല പിന്നെ എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നവൂല. അയ്യോ അറിയാം, നമുക്കതറിയാം. അതുകൊണ്ട് നന്നാക്കാൻ നമ്മളില്ലേ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും ഓന്തിന്റെ സ്വഭാവവും എങ്ങനെ നന്നാക്കാനാണ് ഇതിന്റെയൊക്കെ? എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല അതൊന്നും. നിങ്ങൾ വേണേ ഒരു നോക്ക് കേട്ടോ. ബൈ മുഖ്യനും ഗോവിന്ദൻ മാമനും കൂടെ വല്ല ജഗടയാണോ? ആ ജഗട ആയിട്ടാണോ മുഖ്യൻ പെട്ടെന്നങ്ങ് പോയത്? മുഖ്യൻ വിദേശത്ത് പോകുമ്പോൾ താൽക്കാലികമായി മാമനാ മുഖ്യൻ കസേര ഒന്ന് നോക്കിയായിരുന്നു. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ പകരം മുഖ്യനെ വെക്കാതെ പോയത്. ആവുക പി ശശി ആ കസേരയിൽ വലിഞ്ഞു കയറി ഇരിപ്പുണ്ടെന്ന ആ കരക്കമ്പി. ഗോവിന്ദൻ മാമന് അതാണ് തീരെ പിടിക്കാത്തത്. മുഖ്യനെ നൈസ താങ്ങിയിട്ടുമുണ്ട്. വിദേശ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തതെന്ന് ഒരൊറ്റ കീച്ച. തിരിച്ചു വരുമ്പോഴേക്ക് മുഖ്യനെ ഊഞ്ഞാലാട്ടിക്കാനുള്ള എല്ലാ വകുപ്പും ഗോവിന്ദൻ മാമൻ ഇവിടെ ഒപ്പിക്കുന്നുണ്ട്. ഷേഖ് തൈക്കണ്ടിയിൽ അൽ പിണറായി. ഗജകേസരി യോഗല്ലേ. നാട്ടാരെ ത്രീജിച്ചിട്ടായാലും എൻ്റെ കുടുംബം നന്നാകണം. അതാണ് എൻ്റെ കിനാശ്ശേരി അല്ലേ മുഖ്യ? ഗോവിന്ദൻ മാമൻ ഇങ്ങനെ അപ്പം ചുട്ട് നടന്നോ കേട്ടോ. മുഖ്യൻ ദുബായിൽ കുഴിക്കാൻ പോയെന്നൊരു കരക്കമ്പിയുണ്ട്. ജപ്പാൻ കുടിവെള്ള പൈപ്പിടാൻ കുഴിക്കാനല്ല, സ്വർണം കുഴിക്കാൻ പോയെന്ന്. ഷേഖുമായി ബിസിനസ് ഡിങ്കോൾഫിയാണെന്നൊക്കെയാണ് കരക്കമ്പി വരുന്നത്. മോശമായി പോയി. മുഖ്യനൊന്ന് വിദേശത്തേക്ക് പോയപ്പോൾ എന്തൊക്കെ അപവാദങ്ങളാണ് ബ്ലഡി മല്ലൂസ് നിങ്ങൾ പടച്ചുവിടുന്നത്. ചിന്തിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു. നമ്മളെ ഭരിച്ച് നന്നാക്കി ഉതുംഗ ശൃംഗത്തിൽ എത്തിച്ച ശേഷം മുഖ്യനൊരല്പം വിശ്രമം. അതിനൊന്ന് ദുബായിക്ക് പോയി. അതൊരു തെറ്റാണോ? പറയൂ, അതൊരു തെറ്റാണോ? മുഖ്യനും വേണ്ടേ ഒരു വിശ്രമം? പാവം മനുഷ്യൻ കണ്ടില്ലേ, ഭരിച്ച് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതിരുന്നിട്ടും കസേര പോലും ആർക്കും വിട്ടുകൊടുക്കാതെ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് മുട്ടിക്കുകയാണ്. നന്ദിയുണ്ട് മുഖ്യ, നന്ദിയുണ്ട്. കണ്ണ് അറിയുന്നുണ്ട് നമ്മുടെ. ഇനിയും വരില്ലേ ഇതിലെ ഒരു 3.0യുമായി? മുഖ്യന്റെ സേവനം നമുക്ക് പെരുത്തിഷ്ടായേക്കണം. കേരള ഭരണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറക്കുന്തളിക. ഇത് മനുഷ്യനെ കറക്കുന്തളിക. വടികടാര വെടിപടഹമോടെ ജനം ഇടി തുടങ്ങി മകനേ. കടുകടോര കുടുശകടമാണ് ശനി ശരണമാര് ശിവനെ. ഇതാണ് ആരായാലും ശിവനെ വിളിച്ചു പോകും. വൈഷ്ണവ ജനതോ പാടി വയറ്റ തടിക്കേണ്ട ഗതികേടിലെത്തിച്ച മഹാനുഭാവനെ, അങ്ങേക്ക് കോടി പ്രണാമം. ഇനിയും ഇട്ടിരിക്കുന്ന അണ്ടർവെയർ കൂടിയേ ഊരി തരാനുള്ളൂ. അത് ചോദിക്കരുത്, അതുകൂടെ ചോദിക്കരുത് മുഖ്യ പ്ലീസ്. ഒരു ഉത്തരവാദിത്വം ഉണ്ടോ മുഖ്യ? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ? ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിദേശത്ത് ആനന്ദ തുന്തുലനായി നടക്കുകയാണ്. ഇതെവിടുത്തെ ന്യായമായത്? ഇവിടെ ഗോവിന്ദൻ മാമന്റെ അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ് പാവം മനുഷ്യൻ. ഇടതിന്റെ ഏക മുഖ്യൻ എന്തേ ബംഗാളിൽ പ്രചാരണത്തിന് പോണില്ലേ എന്നാണ് ചോദ്യം വരുന്നത്. മമത എടുത്ത് വഞ്ഞിക്കിട്ടാലോ എന്ന് പേടിച്ചാണോ? നിങ്ങൾ ഏത് PB അംഗാണ് മുഖ്യായത്? സത്യം പറ മുഖ്യ. ഇനി മോദിജി എങ്ങാനും പറഞ്ഞോ ബംഗാളിൽ പ്രചാരണത്തിനെങ്ങാനും പോയാൽ പിണറായി വീണയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്ന്? അങ്ങനെ വല്ല പേടിപ്പെടുത്തലും ഉണ്ടായോ? അതാണോ കാര്യം? അത് പേടിച്ചാണ് മുഖ്യം വിദേശത്തോട്ട് പോയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. BJPയെ നേരിടാൻ ഇടത് MP പാർലമെന്റിൽ വേണമെന്ന് മുഖ്യൻ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ട് മുഖ്യ നിങ്ങൾ വിദേശത്ത് പോയിരുന്നാൽ കാര്യങ്ങൾ എങ്ങനെ നടക്കും?
മുഖിന്റെ വിദേശ യാത്രയെക്കുറിച്ച് ചോദിച്ചാലോ ഇൻഡിഗോ ചിറ്റപ്പൻ കാവടി എടുത്തു തുള്ളും. അതിനൊക്കെ എന്താണ്? മുഖ്യൻ എൻ്റെ ഒക്കെ കാശിനാണോ പോയേക്കുന്നത്? മുഖ്യൻ സൗകര്യമുള്ളിടത്ത് പോകുകൂടെ? നീക്ക് ആരാണ് ചോദിക്കാനെന്ന്. വിമാനത്തെ വരെ വെല്ലുവിളിക്കുന്നേ ഉള്ളൂ. മണ്ടനാ മണ്ടൻ. എന്ത് ചെയ്യാൻ പറ്റും? അതിന് പാർട്ടി സെക്രട്ടറി എങ്ങോട്ട് പോയെന്നല്ല നമ്മൾ ചോദിച്ചത് സിത്തപ്പ. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എവിടെ പോയി, എന്തിനാണ് പോയത്, ആരാണ് ചെലവ് വഹിക്കുന്നത്, അതോ നമ്മളെ വഹിച്ചിട്ടാണോ പോയത്, ഇതൊക്കെ അറിയാനാണ് നമ്മൾ ചോദിക്കുന്നത്. പറയാൻ സൗകര്യം ഇല്ലെന്ന് പറയാൻ സിത്തപ്പൻ ആരാണ്? ആ മുല്ലയിലോട്ട് അങ്ങനെ മാറിയിക്കും. മുണ്ടയൊന്ന് തലയിൽ ഇരിക്കുന്നോണ്ടാണോ എന്തോ ഇടയ്ക്കിടെ നാഗവല്ലി ആകുന്നുണ്ട് സിത്തപ്പൻ. മിണ്ടരുത്. ശോഭാ സുരേന്ദ്രന് പിടിച്ചിട്ട് കൊടുക്കും, പറഞ്ഞേക്കാം കേട്ടല്ലോ. നമ്മൾ ചോദിക്കും മുഖ്യൻ എവിടെ പോയെന്ന്. നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് ആ മനുഷ്യന്റെ കാര്യത്തിൽ. കണ്ണ് തെറ്റിയ കണ്ടവന്റെ കൂടെ ഓടിപ്പോകും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് എനിക്ക് ദണ്ണമുണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് കേട്ടോ. ഇനി ഇതുപോലത്തെ ഇവരുടെ പല കുത്സിതങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. അപ്പൊ കാണാം.